ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ചാണ്. മലയാള നോവലിസ്റ്റും കഥാകൃത്തും സ്വാതന്ത്ര്യ സമര സേനാനിയുമായിരുന്നു. ജയ്പൂർ സുൽത്താൻ എന്ന് വിശേഷിക്കപ്പെടുന്ന വൈക്കം മുഹമ്മദ് ബഷീർ കേന്ദ്ര ഗവൺമെന്റ് അദ്ദേഹത്തെ 1982 പത്മശ്രീ പുരസ്കാരം നൽകി ആദരിച്ചു. വൈക്കം മുഹമ്മദ് ബഷീർ കേരളത്തിലെ വലിയൊരു എഴുത്തുകാരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ കഥകളിലെ കഥാപാത്രങ്ങൾ നമ്മെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്നു. നമ്മുടെ ചുറ്റുമുള്ള സാധാരണ മനുഷ്യരെ കുറിച്ചും അവരുടെ ജീവിതത്തെ പറ്റിയുമാണ് ബഷീർ കൂടുതലായി എഴുതിയത്. അദ്ദേഹത്തിൻ്റെ കഥകൾ വായിക്കുമ്പോൾ നമുക്ക് സന്തോഷവും സങ്കടവും ചിരിയുമെല്ലാം ഒന്നിച്ചു വരും. പാത്തുമ്മയുടെ ആട്, ബാല്യകാല സഖി, മതിലുകൾ, ശബ്ദങ്ങൾ തുടങ്ങിയ അനേകം കൃതികൾ ബഷീർ രചിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഓർമ്മദിനത്തിൽ രാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് എത്തുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം. ജൂലൈ 5 ബഷീർ ദിനം. പ്രശസ്ത കഥാകൃത്തും സ്വാതന്ത്ര്യ സമര സേനാനിയുമായ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പാത്തുമ്മയുടെ ആട് എന്ന കഥയിലെ ആസ്വാദനക്കുറിപ്പാണ് ഞാൻ ഇന്നിവിടെ വായിക്കുന്നത്. പുസ്തക വിവരങ്ങൾ. കഥാകൃത്ത് വൈക്കം മുഹമ്മദ് ബഷീർ. സാഹിത്യരൂപം ഹാസ്യം കലർന്ന ആത്മപരമായ കഥ. പ്രധാന കഥാപാത്രങ്ങൾ ബഷീർ, ആട്, ഭാര്യ, കുട്ടികൾ. കഥയുടെ ചുരുക്കം. എഴുത്തുകാരൻ ബഷീർ ഒരു ആടിനെ വാങ്ങി വീട്ടിൽ വളർത്തുന്നു. ആട് വീട്ടിലെ അംഗം പോലെയായി. എല്ലാവരും അവളെ സ്നേഹിച്ചു. ആട് മോഷ്ടാക്കളെ ഓടിച്ചു കുട്ടികളോടൊപ്പം കളിച്ചു. പക്ഷേ ഒരു ദിവസം ആടിന് അസുഖം വന്നു മരിച്ചു. ബഷീർ ഒരു മനുഷ്യൻ മരിച്ചതുപോലെ വിലപിച്ച് കുഴിച്ചിടുന്നു. സ്നേഹത്തിന് അതിർവരമ്പുകളില്ല എന്നതാണ് കഥ പറയുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം ആട് മരിക്കുമ്പോൾ ബഷീർ മാഷ് കരയുന്ന ഭാഗം. ഒരാടിനോട് പോലും അത്രയും സ്നേഹം തോന്നാൻ പറ്റുമെന്ന് മനസ്സിലായി. ബഷീറിന്റെ ധർമ്മവും സ്നേഹവും ആ ഭാഗത്ത് നന്നായി കാണാം. നന്ദി. നിങ്ങൾക്കിനി മനസ്സിലായോ? ഞാനാണ് പാത്തുമ്മ. ഞാൻ വൈക്കം മുഹമ്മദ് ബഷീർ, നിങ്ങളുടെ സ്വന്തം ബേപ്പൂർ സുൽത്താൻ. എന്നാൽ ഈ സുൽത്താന് കിരീടമോ കൊട്ടാരമോ ഉണ്ടായിരുന്നില്ല കേട്ടോ. മറിച്ച് ഒരു പേനയും ഒത്തിരി കഥകളും മാത്രമായിരുന്നു എനിക്ക് സ്വന്തം. സാധാരണക്കാരുടെ കഥ ഏറ്റവും ലളിതമായാണ് ഞാൻ പറഞ്ഞിരുന്നത്. എൻ്റെ പാത്തുമ്മയുടെ ആടും ബാല്യകാല സഖിയും നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? എങ്കിൽ നിങ്ങൾ പെട്ടെന്ന് വായിക്കണേ. നിങ്ങൾക്കത് തീർച്ചയായും ഇഷ്ടമാവും. നന്ദി, നമസ്കാരം.